ஒரு நல்ல நாயகன் എനിക്കില്ലയോ മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ എനിക്കില്ലയോ കരുതും എനിക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുക ആഴലേറും മറുവിൽ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിത മറുവിൽ നീരുകയോ. യോഹന്നാൻ 11:1-3-5-7 തന്റെ പ്രിയൻ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ടും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അവൻ 2 ദിവസം താമസിച്ചു. മരണവാർത്ത അറിഞ്ഞിട്ടും വീണ്ടും 4 ദിവസം കർത്താവ് താമസിച്ചു, നാറുന്നത് വരെ. ഞാൻ സാധാരണ ദൈവമല്ല, ഞാൻ 10-ൽ 1 ഞാൻ ഏകൻ, ക്രിസ്തു ഏകൻ എന്ന് സ്ഥാപിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അസാധാരണ പ്രവൃത്തി ദൈവം പ്രവർത്തിക്കുവാൻ അവൻ വീണ്ടും വീണ്ടും താമസിച്ചു. താമസിക്കുന്നു എങ്കിൽ യേശു എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥമേയില്ല. മനസ്സിലായോ? നിന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുവാൻ, നിന്റെ കഠിനക്ക് മറുപടി നൽകുവാൻ തമ്പുരാൻ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ താമസിക്കുന്നു എങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ പ്രിയൻ അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥമേയില്ല. യേശു ആരെ സ്നേഹിക്കും? യേശു ആരെ സ്നേഹിക്കും? സദൃശവാക്യം 8:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ സ്നേഹിക്കും. ആമേൻ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് ക്രിസ്തു സ്നേഹിക്കും. എല്ലാരെയും എന്റെ തമ്പുരാന് ആവശ്യമുണ്ട്. മത്തായി 18:14 ഒരു ആത്മാവ് പോലും നാശത്തിലേക്ക് പോകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നേയില്ല. ആമേൻ. സ്തോത്രം വരുന്നില്ല. ദൈവമുണ്ടോ? ദൈവമുണ്ടോ? ഡൽഹിയിൽ ഈ വർഷം മാർച്ച് 14 ഒരു വീട്ടിൽ മാത്രം തീ കത്തി. ഫയർ ആക്സിഡന്റ് ഒരു വീട്ടിൽ മാത്രം. ഡൽഹി ഹൈക്കോടതി ജഡ്ജ് മിസ്റ്റർ വർമ്മ, ഒറ്റ വീട്ടിലെ ഫയർ ആക്സിഡന്റ് ഉണ്ടായി. പരിശോധിച്ച് നോക്കിയപ്പോൾ വീട് നിറച്ച് 500ന്റെ നോട്ടുകൾ കത്തി. ദൈവമുണ്ടോ? ഉണ്ടോ? നിന്റെ മന്ത്രിമാരോട് പറയണം, വോട്ട് ചോദിച്ചു വരുന്ന നിന്റെ നേതാക്കളോട് പറയും, ദൈവം ഇല്ല എന്ന് സ്ഥാപിച്ചിട്ട് എൻ്റെ വീട്ടിൽ വരരുത്. ഇത് ചോദിക്കണം. ഒറ്റ വീട്ടിലേ തീ പടർന്നുള്ളു. അത് കള്ളപ്പണം സൂക്ഷിച്ച ഹൈക്കോടതി ജഡ്ജ് വർമ്മയുടെ വീട്ടിൽ ദൈവമുണ്ടോ? ദൈവമുണ്ടോ? മണിക്കൂറുകൾക്ക് മുമ്പ് 100 പൗരന്മാർ വെന്ത് മരിച്ച, ടേക്ക് ഔട്ട് ചെയ്ത് 1/2 മിനിറ്റിനകം 250 ആളുകൾ വെന്ത് മരിച്ച ആക്സിഡന്റ് നാം കണ്ണുകൊണ്ട് കണ്ടതാണ്. ലോകം കാണുന്നു. എല്ലാ പേരോടും
ഒറ്റ വാക്കിൽ പറയുന്ന ഒരു പേര് ഒരാളാണ് രക്ഷപ്പെട്ടത്. പേരെന്താണ്? വിശ്വാസം. അയാൾ വിശ്വാസി ആയോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ പേര് വിശ്വാസം. അറിഞ്ഞോ അറിയാതെയോ, വിശ്വസിക്കുന്നവനോ ഇല്ലാത്തവനോ, സുവിശേഷത്തോട് കണ്ണുകൾ നോക്കാൻ വേണ്ടി, ശ്രദ്ധ തിരിവാൻ വേണ്ടി വിശ്വാസം എന്നുള്ള പേരുള്ളവൻ മാത്രം രക്ഷപ്പെട്ട് എല്ലാവരുടെ ശ്രദ്ധയും ചിന്തയും കണ്ണുകളും ഇന്ന് സുവിശേഷത്തിലേക്കാണ്. ഈ സുവിശേഷം കടന്ന് നീ ഒരു അനുഗ്രഹം അന്വേഷിക്കേണ്ട. കിട്ടത്തില്ല മക്കളെ, കിട്ടത്തില്ല. അതാണ് ഉയർത്തെഴുന്നേറ്റ യേശു ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 3:19 വചനത്തിൽ, 1 പത്രോസ് 4:6 വചനത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു ആത്മാവിൽ, the first thing he did was he went down to the pit. ആദമപാതാളത്തിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം ചെന്നത് ആത്മാവിൽ അധമപാതാളത്തിൽ. അന്ന് മുതൽ അവിടെ പർട്ടിക്കുലർ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നോഗ അപ്പച്ചന്റെ പ്രസംഗം കേട്ട് സുവിശേഷം വകവയ്ക്കാതെ അടമപാതാളത്തിൽ ആയിരുന്ന ആളുകളോട് യേശു സുവിശേഷം അറിയിക്കുവാൻ പോയി. ബൈബിൾ എടുത്ത് വായിക്കുക. ആർക്കും ഈ സുവിശേഷം കടന്ന് ഒരു നന്മയും നീ പ്രതീക്ഷിക്കരുത്, തൊട്ടുപോകും. 1 പത്രോസ് 3:19, 1 പത്രോസ് 4:6 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഐസയ്യാ 45:7 യഹോവയായ ഞാൻ സർവത്തെയും ചെയ്യുന്നു. ആമേൻ. യഹോവയായ ഞാൻ, ഐസയ്യാ 45:7 സർവത്തെയും ചെയ്യുന്ന. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:17 ക്രിസ്തുവായ ഞാൻ സകലത്തിൻ്റെയും ആധാരമായിരിക്കുന്നു. അതുകൊണ്ട് ഈ കറുത്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സുവിശേഷം എന്നുള്ള മർമ്മം കവച്ചു വച്ച് ഒരു നന്മയ്ക്ക് വേണ്ടി നിന്റെ കണ്ണുകൾ പതിയരുത്. വിശ്വാസം എന്നുള്ള ഒരാളിനെ മാത്രം സ്വർഗം രക്ഷപ്പെടുത്തിയത് ഈ ഭൂമിയിലുള്ള സകല ആളുകളും വിശ്വാസത്തിലേക്ക് തിരിയുവാൻ വേണ്ടിയാണ്. മനസ്സിലായവർ കൈകളെ തട്ടണം. കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ജീവൻ തന്നിരിക്കുന്നത് എന്നെ സ്നേഹിക്കുവാൻ. എന്നെ സ്നേഹിക്കുന്നവന് ദൈവം അരുളി ചെയ്യുന്ന ഞാൻ സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കും? നീ എങ്ങനെ സ്നേഹിക്കും? അല്പം അവിടെ, പേര് പറയുന്നില്ല, അത് ഭരണങ്ങാണമോ, അത് എടത്തുകയോ, അത് കുരിശടിയോ, അത് പൊള്ളുമലയോ, അല്പം അവിടെ, സ്വൽപ്പം ഇവിടെ, ഇപ്പം ഇവിടെ. ഇങ്ങനെ ആളുകളുണ്ട്. മനസ്സിലാകുന്നില്ല? ഒന്നുകൂടെ പറയാം. അല്പം അവിടെ, സ്വൽപ്പം അവിടെ, ഇപ്പം ഇവിടെ. ഇത് വിട്ട് വെളിയിൽ പോയാൽ അവനവന്റെ സ്വഭാവം വെളിപ്പെടും. നേരെയായിക്കൊള്ളുക. ദൈവമക്കളെ മാറ്റി നിർത്തിയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. നേരെയായിക്കൊള്ളുക. ക്രിസ്തുവിനെ നീ സ്നേഹിച്ചാൽ ക്രിസ്തു നിന്നെ സ്നേഹിക്കും. സദൃശവാക്യം 8-ാം 17-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 22-ാം 37-ാം വചനത്തിൽ നിന്റെ പൂർണ്ണ ഹൃദയത്തോട്
നിന്റെ പൂർണ്ണ ആത്മാവോട്, നിന്റെ പൂർണ്ണ മനസ്സോട്. അല്പമല്ല, അല്പമല്ല, പൂർണ്ണമായി, പൂർണ്ണമായി. രണ്ടാമത്, നീ സ്നേഹിക്കുന്ന ആളുകൾക്ക്, ഭാര്യയോ ഭർത്താവോ മക്കളോ അപ്പനോ അങ്കിളോ, അവരുടെ ഇഷ്ടത്തിന് നീ ഒരിക്കലും നോ പറയുകയേയില്ല. ആമേൻ, ആമേൻ. നീ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക്, അവരുടെ ഇഷ്ടത്തിന് നീ നോ പറയുകയില്ല. നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമോ, 1 ദശലക്ഷത്തി 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നിന്റെ ശുദ്ധീകരണം തന്നെ.